പിന്നെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വീകരിക്കുക, അല്ലാത്തവർ അഭിപ്രായങ്ങൾ പറയുക. ചേട്ടൻ്റെ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ അത് തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനത് ഒരിക്കലും ചേട്ടനത് OTT ഇരുത്തി കാണിച്ചാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പിന്നെ ഇപ്പം ടോപ്പ് സിംഗറും ഭയങ്കര ഞങ്ങളുടെ മീനൂട്ടി അങ്ങനെ പറയാറുണ്ട്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമസ്കാരം മീനാക്ഷി. അപ്പം പുതിയ വിശേഷം സൂപ്പർ ജെമിനിയാണ്. എന്താണ് സൂപ്പർ ജെമിനിയെ കുറിച്ച് പറയാനുള്ളത്? ആദ്യം തന്നെ സൂപ്പർ ജെമിനി ഇപ്പൊ റിലീസ് ആവുകയാണ്. അപ്പൊ ഞാൻ പറയുന്നതിനൊക്കെ ഇനിയും കൂടുതൽ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും റിവ്യൂസ് ഒക്കെ അറിയിക്കുക. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരെയും അതുപോലെ തന്നെ ഒരു സ്പോർട്സ് ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും കാണണം. ഓക്കെ, ലാലേട്ടനൊപ്പം ഒക്കെ അഭിനയിച്ചതിന് ശേഷം മുഴുനീള ക്യാരക്ടറിലേക്ക് വരുന്ന മറ്റൊരു പടം കൂടിയാണ്. അപ്പോൾ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഈ സ്പോർട്സ് റിലേറ്റഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട്? ഇല്ല, ഇതിലെ ക്യാരക്ടറും ഇങ്ങനെ സ്പോർട്സിനോടൊക്കെ ബിഗിനർ ആയിട്ടുള്ള ഒരു ആളായിട്ട് തന്നെ. അപ്പൊ നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അതെ. അപ്പം ഈ ഒരു സ്കൂൾ കാലഘട്ടമാണ് കാണിക്കുന്നത്. സ്കൂൾ കാലഘട്ടം അപ്പം നമ്മുടെ ഓർമ്മകളും, അതായത് പഠിച്ച ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവിടുന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. ഇല്ല, ഞാനിത് ചെയ്യുമ്പോഴും സ്കൂളിൽ തന്നെയാണ്. അല്ല, സ്കൂളിൽ തന്നെയാണ്. അല്ലെങ്കിൽ പഠിച്ച സമയത്തുള്ള ഓർമ്മകൾ, അതായത് ഇപ്പം ഷൂട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഇതൊരു സ്കൂൾ ലൊക്കേഷൻ ഒക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ യൂസ്ഫുൾ. എന്തെങ്കിലും റീകളക്ട് ചെയ്ത ഓർമ്മകളൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഇപ്പം എൻ്റെ വീടും ഇങ്ങനെ ഒരു നാട്ടിൻ പ്രദേശം തന്നെയാണ്. അപ്പൊ നമുക്ക് പത്തനംതിട്ടയായിരുന്നു ഷൂട്ട്. അവിടെ ഒരു ഗ്രാമപ്രദേശമായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഒരു പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ പുതുമുഖ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പൊ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുതിയ ഡയറക്ടറും കൂടെ ചേരുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. പുതിയ ക്രൂ ആണ് എല്ലാ ആൾക്കാരും, എല്ലാവർക്കും പുതിയ അനുഭവമാണ്. അപ്പോൾ നമുക്കും ജോയിൻ ചെയ്തതിൽ നമ്മൾ പഴയ ഡയറക്ടർമാരുടെ കൂടെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാമറയ്ക്ക് ബാക്കിൽ നിന്ന് അവർ വരുന്ന സജഷൻസ് ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു പുതുമുഖ സംവിധായകൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണ് കണ്ട്, അതായത് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും ഈ സംവിധായകനുള്ള ഗുണം എന്താണ്? സംവിധായകന്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പുതുമുഖ സംവിധായകനാണ്. അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഈ ചേട്ടനായാലും അണിച്ചേട്ടനായാലും എനിക്ക് പറഞ്ഞ് ഇപ്പം എന്താണോ അവർക്ക് വേണ്ടതെന്നുള്ളത്, അവരുടെ മൂവി അവർക്ക് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതെന്ന് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ചാലഞ്ചുകളോ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികളോ? അങ്ങനെ സ്പെഷ്യലി നമുക്ക് അങ്ങനെ ഭയങ്കര ചാലഞ്ച് എടുക്കേണ്ട ഒരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇപ്പം നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഇതിനോടൊക്കെ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ പറ്റി അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. മീനാക്ഷി ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരി തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഇനി വരുന്ന പുതിയ അപ്കമിങ് മൂവി പ്രൊജക്ട്സ് അങ്ങനെയുള്ള പുതിയ മൂവി? ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി 20th നമ്മുടെ ചാക്കോച്ചൻ പ്രിയാമണി ചേച്ചിയുടെ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിലീസാണ്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ ഒരു മൂവി വരുന്നുണ്ട്. ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അപ്പൊ പിന്നെ സൂപ്പർ ജെമിനി, ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ മാസ് റോളിൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ വെക്കാമോ? അങ്ങനെയല്ല. എന്നാലും പുതിയൊരു ചിത്രം വരുമ്പോൾ ഒരു ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണോ അത്? അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസർ ആ ഒരു രീതിയിലേക്കാണോ ഈ സിനിമയുടെ ഒരു ഇത്? പോലീസ് സ്റ്റോറിയാണ് ഓഫീസർ എന്ന് പറയുന്നത്. ക്യാരക്ടറും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. അപ്പം അതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ? അതായത് നമ്മൾ കണ്ടിട്ടുള്ളത് നാട്ടിൻപുറത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത സിനിമയിൽ വരുമ്പോൾ എന്തായിരിക്കും പ്രേക്ഷകരുടെ പ്രേക്ഷകർ? സൂപ്പർ ജെമിനിയിൽ ഭയങ്കര നാട്ടിൻ പ്രദേശത്തുള്ള ഒരു കുട്ടി തന്നെയാണ്. ബാക്കി മറ്റേ മൂവീസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ അവരെ മോളായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിലും ഈ പറയുന്ന പോലെ ഒരു കീ റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം സിനിമ സൂപ്പർ ജെമിനി സംസാരിക്കുന്ന ഏകദേശം ഒരു ഡ്രഗ്സ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ്. അപ്പം സ്കൂൾ കാലം അങ്ങനെ എന്തെങ്കിലും റിയൽ ഇൻസിഡന്റുമായിട്ട് വല്ലതും ഈ സിനിമയ്ക്ക്? അങ്ങനെയൊന്നും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം സൂപ്പർ ജെമിനി 24-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അതോടൊപ്പം വൻ ഹൈപ്പുള്ള സിനിമകളും അന്ന് തന്നെ റിലീസിനെത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ചെറിയ സിനിമകൾ തിയേറ്ററിൽ വൻ പരാജയമായി പോകാറുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ തന്നെ OTT വന്നിട്ട് ഹിറ്റ് അടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് മീനാക്ഷിക്ക് പറയാനുള്ളത്? അതും ഇപ്പം ഓരോ
പ്രേക്ഷകരുടെ വ്യൂ പോയിന്റ് ആണ്. അത് നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ ആളല്ല. കാരണം ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോൾ അത് മാക്സിമം നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഡയറക്ഷൻ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നൊക്കെ അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വീകരിക്കുക, അല്ലാത്തവർ അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ തന്നെ. ഇപ്പം കൂടുള്ള കാസ്റ്റും ക്രൂ ഒക്കെ ഉണ്ടല്ലോ, അപ്പം കൂടെ അഭിനയിച്ചവരുണ്ടാവും, കൂടെ വർക്ക് ചെയ്തവരുണ്ടാവാം. എന്നാൽ പുതുതായിട്ട് കൂട്ടത്തിൽ അഭിനയിക്കുന്നവരുണ്ടാവും, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് അഭിനയം. അപ്പം കാസ്റ്റും ക്രൂവും അതുപോലെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ? ലൊക്കേഷൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ആ പത്തനംതിട്ട ബേസ് ആയിട്ട് തന്നെയായിരുന്നു. അധികം ലൊക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ സിനിമയിൽ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒത്തിരി ആൾക്കാർ മൂവിയിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ആൾക്കാരും ഇപ്പം കുറേ കുട്ടീസ് ഉണ്ട് ഇതിൽ. അപ്പം അവരൊക്കെ ആണെങ്കിലും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും കൂടെ എല്ലാ എക്സ്പീരിയൻസിലും വർക്ക് ചെയ്യാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഈ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകൾ OTT-യിൽ വന്ന് ഹിറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മേഖല വെച്ച് തിയേറ്ററിൽ കാണേണ്ട പടങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം എന്നല്ലേ അതിൻ്റെ ഒരു സാരാംശം? അല്ലാതെ OTT വന്ന് ഹിറ്റ് അടിച്ചതിന് ശേഷം ഒരു പടം, അതായത് തിയേറ്ററിൽ വിജയമാകേണ്ട ഒരു സിനിമ OTT-യിൽ ഇറങ്ങി മാത്രം വിജയമാകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് പ്രേക്ഷകർ അതിനെ ഏറ്റെടുക്കുന്നില്ല. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്ക് ഇപ്പം തിയേറ്ററിൽ കണ്ട സിനിമ അത് ഒരു ഓഡിയൻസിനെ ബേസ് ചെയ്താണ് ആക്ച്വലി. ഇപ്പം ചേട്ടൻ്റെ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ അത് തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനത് OTT-യിൽ ഇരുത്തി കാണിച്ചാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ എങ്ങനെ ഒരു ഫിലിമിനെ കാണുന്നു എന്നനുസരിച്ചാണ്. ഇപ്പം അല്ലാതെ അത് തിയേറ്ററിൻ്റെയും OTT-യുടെയും പ്രശ്നമല്ല ആക്ച്വലി. അവർ തിയേറ്ററിൽ പോയില്ല, OTT വന്ന് കണ്ട ഓഡിയൻസിന് ആ പടം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കണ്ടവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നത് ഓഡിയൻസിൻ്റെ വ്യത്യാസമായിരിക്കും. അല്ലാതെ ഇപ്പം OTT-യും തിയേറ്ററുമായിട്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ തിയേറ്ററിൽ കണ്ട പടം ഞാൻ OTT കണ്ടാലും, ഇപ്പം ഞാൻ ഫോണിലിരുന്ന് കണ്ടാലും TV കണ്ടാലും ഒക്കെ എനിക്ക് ഒരേ ഇഷ്ടം തന്നെയല്ലേ ഉണ്ടാവുക. അതിപ്പം എന്താ പറയുക, ഒരു കഥ നല്ലതാണോ അല്ലെങ്കിൽ ഇത് വോക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ ചെയ്തിരിക്കുന്നതെന്നനുസരിച്ചാണ് പ്രേക്ഷകരെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പണ്ടത്തെ ആദ്യത്തെ സിനിമ പാത്തുമ്മയിലും തുടങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീനുക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് അപ്പം വെളിയിൽ ഇറങ്ങുമ്പോൾ ആദ്യം കാണുമ്പോൾ പറയുന്നത് സിനിമകളെ കുറിച്ചാണോ അതോ ടോപ്പ് സിംഗർ വേദിയെ കുറിച്ചാണോ? രണ്ടും പറയാറുണ്ട്. പാത്തു ക്യാരക്ടർ എല്ലാവരും പറയാറുണ്ട്, നന്ദിനി ഒപ്പത്തിലെ. പിന്നെ ഇപ്പം ടോപ്പ് സിംഗറും ഭയങ്കര ഞങ്ങളുടെ മീനൂട്ടി അങ്ങനെ പറയാറുണ്ട്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ലാലേട്ടനൊപ്പം ഒരു മുഴുനീള ചിത്രം വന്നു. അപ്പം ഇനി എന്നാണ് അടുത്ത മമ്മൂക്കൊപ്പം ഒരു മുഴുനീള ചിത്രം? ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്, നമുക്ക് നോക്കാം. സൂപ്പർ ജെമിനി 24-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പം കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും കാണുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണേണ്ട ഒരു ഫിലിമാണ്. കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക.